യായിറോസ് എന്ന പള്ളിപ്രമാണി അവന്റെ കുഞ്ഞിന് രോഗം ബാധിച്ചു മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു വന്നു. യേശുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതാ ഓടിപ്പോയി അവിടെ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് അടുത്ത ഫോൺ കോൾ വന്നു, കുഞ്ഞ് മരിച്ചുപോയി, ഇനി പോണ്ട. അവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഒരു തിരിച്ചുവരവില്ല, ഈ കുഞ്ഞിന് ജീവിക്കത്തില്ല, ഈ പൈതലിന് തിരിച്ചു വരത്തേയില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് നിന്നിട്ട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുഞ്ഞ് മരിച്ചിട്ടില്ല, കുഞ്ഞ് ഉറങ്ങുകയാണ്. ഇന്ന് മർക്കോസ് 5 വിളിച്ചു പറയുന്നു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചുപോയ വിഷയങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇനി ഒരിക്കലും എനിക്കൊരു തിരിച്ചുവരവില്ല, ഇനി ഒരിക്കലും ഒരു മാനസാന്തരമില്ല, ഇനി ഒരിക്കലും ഒരു നന്മ ഉണ്ടാകത്തില്ല, ഒരിക്കലും പഴയ പേരും പ്രശസ്തിയും എനിക്ക് ഉണ്ടാകത്തില്ല, പഴയ ബിസിനസിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തേയില്ല, പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല, പഴയ ജീവിത രീതിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോയി, ഞാൻ മരിച്ചതിന് തുല്യമായിരിക്കുകയാ, എന്റെ മനസ്സ് മരിച്ചു, എന്റെ കുടുംബം മരിച്ചു, എന്റെ കുടുംബം ഛന്നാഭിന്നമായി, ഇനി ഞങ്ങൾക്കൊരു തിരിച്ചുവരവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ യേശു കർത്താവിന് ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മധ്യത്തിൽ, ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ മധ്യത്തിൽ യേശുവിന് ചിലത് ചെയ്യുവാനായിട്ട് കഴിയും. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ പറ, ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്, ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഞങ്ങളുടെ നഷ്ടങ്ങൾ ലാഭമായി തീരുന്ന നാളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാ, ഞങ്ങളുടെ പരാജയങ്ങൾ വിജയമാകാൻ പോകുന്ന അനുഭവം അടുത്തുകൊണ്ടുവരിക്കുന്നു. യേശുവിന് കഴിയ ഒരിക്കലും ഒരു ഡോക്ടറിനും ചെയ്യാൻ കഴിയാത്തത്, ഒരു മന്ത്രിക്കോ ഒരു MLAക്കോ ഒരു നാട്ടുകാർക്കോ ഒരു വീട്ടുകാർക്കോ ചെയ്യാൻ കഴിയാത്ത ഒരു പിഞ്ചു ബാലികയെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് യേശു എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിന്റെ പ്രസൻസ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ദുഷ്ടശക്തികൾക്കും അതിനെ മാറ്റിവിടുവാൻ കഴിയത്തില്ല. അവൻ വന്ന കാര്യം നടത്തിയിട്ട് മാത്രമേ അവൻ തിരിച്ചു പോകത്തേയുള്ളൂ. എന്റെ നാഥൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്നാത്തിനാ വിളിച്ചത്, എന്തിനു വേണ്ടി വിളിച്ചോ ആ വിഷയത്തിന്റെ മേൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടേ അവൻ പോകത്തുള്ളൂ. ചില പ്രാർത്ഥനകൾ തുറന്നുകൊണ്ടേയിരിക്കണം. ചില പ്രാർത്ഥനകൾ ദൈവം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന അനുസരിച്ച്, ദൈവത്തിന്റെ ആലോചന തരുന്ന അനുസരിച്ച് നമ്മൾ ഒരു ഭാഗം കൊണ്ട് നിർത്തുകയല്ല, അടുത്ത് വീണ്ടും ഗിയർ മാറി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ചില പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നിരാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനേക്കാളും വലിയ നന്മ ദൈവം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്, അതിനേക്കാളും വലിയ അനുഗ്രഹം ദൈവം തരാൻ വേണ്ടിയിട്ടാണ്, അതിനേക്കാളും വലിയ ഉയർച്ചകൾ ദൈവം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്, അതിനേക്കാളും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്.